ലെറ്റു സ്റ്റാറോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു വർഷത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എനർജി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ അടുത്ത ഒരു വർഷത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ആ റീഡിങ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതില് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്ലെയിം ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോ ഇതിൽ നമുക്ക് ആദ്യം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആദ്യ സമയം, അതായത് നമ്മൾ ആ വർഷത്തെ 3ആയിട്ട് ഭാഗിക്കുന്നു. അതിലെ ആദ്യ ഭാഗത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ, അതായത് ജനുവരി തുടക്കത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇമോഷൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷനിൽ ആയിരിക്കുന്നതും, അതുപോലെ തന്നെ 2 സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 ഇമോഷൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അതായത് വർഷത്തിന്റെ തുടക്കത്തിൽ അത് ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ 2 വ്യക്തികളെ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികൾ ഉണ്ടാവാം. നിങ്ങൾ ഒരു കൃത്യമായ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല ഇതിൽ ആരെ സെലക്ട് ചെയ്യണമെന്ന്. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചെറുതായി ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും അത് ഒന്ന് ബാലൻസിലേക്ക് എത്തിക്കാനായിട്ട് കഷ്ടപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നിലവിൽ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഷെയർ ചെയ്യുക. അതായത് ഇപ്പൊ അവരുടെ ലോണ്, ഹസ്ബൻഡും വൈഫും തമ്മിൽ ലോണ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങുക, അല്ലെങ്കിൽ കാറ് വാങ്ങുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ആ ഒരു ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യം, അപ്പൊ അതിന് ആ ഒരു ഷെയർ ചെയ്ത് അതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു സ്ട്രഗിൾ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് ഒരു ഹാർമണിയിൽ എത്താൻ വേണ്ടി വളരെ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കാണെങ്കിൽ അത് അവരുടെ ഇമോഷൻ ആണ്. അതായത് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുതിയൊരു സിറ്റുവേഷനിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, ആ പാസ്റ്റ് സിറ്റുവേഷൻ ഇനി ഒരിക്കലും ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തീർത്ത് ബോധ്യം ഉണ്ടെങ്കിൽ പോലും അതിനെ അംഗീകരിക്കാനുള്ള ഒരു മടി. അപ്പോ എന്നാൽ പുതിയ ഒരു എനർജിയിലേക്ക് കടക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, എന്നാൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് ശ്രമിക്കുന്നുണ്ട്, ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ പുതിയ ഒരു ഓഫർ വരുന്നുണ്ട്, പുതിയൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു പുതിയ പ്രപ്പോസൽ വരുമ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ തന്നെ ചിലരൊക്കെ സ്റ്റക്ക് ആയിരിക്കുന്നത് കാണുന്നുണ്ട്. അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പോയിരുന്ന ആൾക്കാർ പറഞ്ഞു അവർ ഫീലിങ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓഫർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ പഴയ സിറ്റുവേഷനിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പാസ്റ്റ് സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇമോഷൻസിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ പ്രോസ്പെറസ് ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തരുന്ന ഒരു എനർജിയാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രപ്പോസലാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതെ പാസ്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഒരു പുതിയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാത്തത് പോലെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോഴും അവര് നിങ്ങൾക്ക് എന്താണോ ചെയ്തു തരാത്ത കാര്യങ്ങൾ, കിട്ടാത്ത കാര്യത്തിനെ കുറിച്ച് മാത്രം, മുൻപ് എനിക്ക് അത് ചെയ്തു തന്നിട്ടില്ല, മുൻപ് എനിക്ക് അങ്ങനെ ഞാൻ ചോദിച്ചത് തന്നില്ല, ആ രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാസ്റ്റ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിടുക. പ്രസന്റിൽ ജീവിക്കാൻ, പ്രസന്റിൽ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു ചെറിയ ഒരു കൺഫ്യൂഷന്റെയും ഒരു റിഗ്രറ്റിന്റെയും ഒക്കെ ആ ഒരു ചെറിയൊരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ പവറുള്ള ആളുകളാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ലൈഫിന് വേണ്ടത് എന്താണ്, അത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഈ പാസ്റ്റ് സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പുതിയ എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ പുതിയൊരു എനർജിയിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ അട്രാക്ട് ചെയ്തെടുക്കാൻ ആ ഒരു സിറ്റുവേഷനിലേക്ക്, അല്ല ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു എംപ്രസ് എനർജി അവിടെ ഉണ്ട്. അപ്പോ അത്രയും നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ശരീരത്തിന്റെ ബ്യൂട്ടി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും കൂടെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ വളരെ അട്രാക്റ്റീവ്, മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ അത്രയും നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബിലേക്ക് മാറുകയാണ്. ആ വൈബിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ആണോ, നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ പാസ്റ്റ് പേഴ്സൺ ഒരു പുതിയ എനർജിയിൽ വരണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ ആണോ അവിടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അബണ്ടൻസ് ആണോ, അതുപോലെ നിങ്ങൾക്ക് പാഷൻ ആണോ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത ഒരു പാർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ 4 മാസത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും തുടക്കത്തിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും വാക്കുതർക്കങ്ങളായിരിക്കാം, എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. കാരണം നമുക്ക് അവിടെ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില വ്യക്തികളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികളോടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ, അങ്ങനെ ആരോടൊക്കെയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർക്കുക. അത് കൂടുതൽ വലിയ വലിയ കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് വീണ്ടും നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഇമോഷണലി വളരെ സപ്പോർട്ടീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു. ആ റിലേഷൻഷിപ്പിന് കമ്മിറ്റ്മെന്റ് വരുന്നു. ആ കമ്മിറ്റ്മെന്റിന് ഒരു ഫൗണ്ടേഷൻ ലഭിക്കുന്ന
സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കമ്മിറ്റ്മെന്റിന് ഒരു ഫൗണ്ടേഷൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു എൻഗേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ വിവാഹം എല്ലാം ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിന് ആ ഒരു കമ്മിറ്റ്മെന്റിന് ഒരു ഫൗണ്ടേഷൻ ഇടുന്നതായിട്ടാണ് കാണുന്നത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, പാഷൻ, അതുപോലെ തന്നെ ഡീപ്പ് ആയിട്ടുള്ള ലവ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അതിലെ അടുത്ത ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ 4 മാസത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളിവിടെ തൊട്ട് മുൻപ് പറഞ്ഞു ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോ അതൊരു വിവാഹത്തിലേക്ക് നമുക്കിവിടെ ലവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ലവ് മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ നടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു ലവ് മാരേജ് ഒക്കെ നടന്നിട്ടുള്ള വ്യക്തികള് അടുത്ത ഒരു ഭാഗത്ത് ഒരു ശ്രദ്ധിക്കേണ്ടത്, തീർച്ചയായിട്ടും ഒരു പുതിയൊരു ലൈഫിലേക്ക് പോകുമ്പോൾ വളരെയധികം പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാവും. പ്രതീക്ഷകൾ എന്നുള്ളതിനേക്കാളും ഒരുതരം ഫാന്റസി വേൾഡിൽ ആയിരിക്കും നമ്മൾ ആ വിവാഹത്തിന് മുമ്പൊക്കെ. അപ്പോ ആ ഒരു ഫാന്റസി വേൾഡ് ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ആയിക്കൊള്ളണം എന്നില്ല കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി? ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഫാമിലി ലൈഫ്, സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓവർ ആയിട്ടുള്ള ഒരു ഫാന്റസി, ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ള വ്യക്തികൾ അതൊക്കെ ഒന്ന് കുറച്ച് ഒരു റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ റിലേഷൻഷിപ്പിൽ ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട്, ഒന്നിലധികം ചോയ്സസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒന്നിലധികം ചോയ്സസ് വരുമ്പോൾ തന്നെ അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവാം. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഉള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് നമുക്ക് ആ ഒറ്റയടിക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷനിൽ വീഴാതിരിക്കുക. വളരെ നന്നായി ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് അവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമില് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഈ പുതിയ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഇത് രണ്ടുമാണ്. പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം തന്നെ ഒരു പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ. ചില വ്യക്തികൾക്ക് അത് ഈ പറഞ്ഞിരുന്ന പോലെ അവർ ആഗ്രഹിച്ച അവരുടെ പാസ്റ്റിലുള്ള ആ ഒരു എക്സ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. ചെറുപ്പം മുതലേ ഉള്ള നിങ്ങൾക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു പ്രപ്പോസലായിട്ട് വരുന്നത്. ചില വ്യക്തികൾക്ക് അത് അവരുടെ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് പേഴ്സൺ ആണ്. റീയൂണിയന്റെ നമുക്ക് ഇവിടെ ഒന്നിലധികം കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റീയൂണിയൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ നമുക്ക് നല്ലോണം കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അതാണെങ്കിൽ ഇപ്പൊ ഒരു പാസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുൻപ് ഇല്ലാതെ പോയത് അതിനെല്ലാം ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു. അപ്പോൾ ഒരു കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ വളരെയധികം ഇമോഷൻസ് വൈസ് നിങ്ങൾ കണക്റ്റഡ് ആവുന്നതൊക്കെ ആയിട്ടാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ വളരെ സ്റ്റാൻഡേർഡോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു സ്പേസ് വേണം. ഇപ്പൊ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഒരു ന്യൂ പേഴ്സൺ ആണെങ്കിലും ആ വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക തന്നെ വേണം. നമുക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഹസ്ബൻഡാണ്, വൈഫാണ്, ലവറാണ്, ഇനി ആരോ ആവട്ടെ, ആ ഒരു വ്യക്തിക്ക് അത്രത്തോളം നമ്മളുമായിട്ട് അടുപ്പമുണ്ട്, കണക്ഷൻ ഉണ്ട് എന്നത് വെച്ച് അവർക്ക്
ഒട്ടും തന്നെ സ്പേസ് കൊടുക്കാതെ അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് 1-2 കാർഡ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മെൻ ആയാലും വുമൺ ആയാലും അത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും പാഷനും അതുപോലെ തന്നെ ഇന്റലക്ച്വലി എല്ലാം നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അവര്. വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, വളരെയധികം ഡീപ്പ് ആയിട്ടുള്ള ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സോൾ കണക്ഷനും ഉണ്ട്. അപ്പോൾ അത്രയും സോൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപക്ഷെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ്. അത്രയും നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ കാലങ്ങളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ അറിയുന്നത് പോലെ ഉള്ള അത്രയും ഡീപ്പ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഒരു സ്പേസ് വേണം. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക. അവർ നിങ്ങൾക്കും അതുപോലെ സ്പേസ് തരുന്ന വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂ ഇയറിലെ ഫേസ് ആയിട്ട് നമ്മൾ 3 ഭാഗമായിട്ട് എടുത്തതിലും ആദ്യത്തെ ഭാഗത്തായാലും രണ്ടാമത്തെയും മൂന്നാമത്തേലൊക്കെ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് എന്ന് പറയാനില്ല, ചെറിയ നിങ്ങൾക്കുള്ള വരുന്ന ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ചെറിയ വാക്ക് തർക്കങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സ്ട്രോങ് കമ്മിറ്റ്മെന്റ് മാത്രമല്ല, ഒരു കുഞ്ഞിനെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ അമ്മയാകുന്നു, അതുപോലെ തന്നെ അച്ഛനാകുന്നു. അങ്ങനെയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ചില വ്യക്തികൾക്ക് പുതിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ പേഴ്സൺ ആണ്. ആ ഒരു പുതിയ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളോട് ഇമോഷണലി, ഇന്റലക്ച്വലി, ഫിസിക്കലി എല്ലാം ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു സോൾ മേറ്റ് റിലേഷൻഷിപ്പ് ആണ്. അവരുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നെ ഉണ്ടാവും. അതുപോലെ ചില വ്യക്തികൾക്ക് ഇവിടെ പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം, അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ ചില കമന്റ്സ് ഒക്കെ കാണാറുണ്ട്, എനിക്ക് ആ വ്യക്തിനെ ആവശ്യമില്ലാന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ പുതിയ വ്യക്തിയെ സ്വീകരിക്കാൻ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുക. അല്ല, പഴയ ആൾക്കാരെ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ പഴയ ഒരു വ്യക്തി നിങ്ങളെ പുതിയ എനർജിയിൽ പുതിയ എനർജിയിൽ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ്. കിങ്ങും ക്യൂനും ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അവരും നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വർഷത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതോ ആയിക്കൊള്ളട്ടെ, പാസ്റ്റിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നിരിക്കാം, എങ്കിലും നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച്, അതായത് നിങ്ങൾ ആ ഒരു പവറിലേക്ക് എത്തുന്നുണ്ട്. അത് ആ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ആ മാറാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ വളരെ നല്ലൊരു എനർജിയാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഓവറോൾ എനർജി ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ നിങ്ങൾ വിട്ടുപോകുന്നു, അനുകൂലമല്ലാത്ത വ്യക്തികളെ നിങ്ങൾ വിട്ട് പോകുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു വർഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷവും, സമാധാനവും, കമ്മിറ്റ്മെന്റും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.